പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന ദിവസത്തിൽ നമുക്ക് ലഭിക്കുന്ന വചനം അത് ഹൃദയം സൂക്ഷിക്കുവാനും 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. വചനം നമുക്ക് സ്വീകരിക്കാം. യെശയ്യാ 66:2 ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കും, എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ വിറയ്ക്കണം, അതിനകത്ത് അത് സ്വീകരിക്കണം. ഹൃദയത്തിൽ എളിമയോടെയും അനുതാപമുള്ള ഹൃദയത്തിൽ മാത്രമേ ദൈവവചനത്തിന് വരാൻ പറ്റുള്ളൂ. ആ ദൈവവചനം വന്നു കഴിയുമ്പോഴാണ് നമ്മൾ വലിയ ചേഞ്ചസ് സ്വീകരിക്കുന്ന ഹൃദയത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഹൃദയം തുറന്ന് ദൈവവചനം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുക. അതായത് വെളിപാട് പുസ്തകത്തിൻ്റെ 3:20 പറയുക, ഞാൻ വാതിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്ന് ഞാൻ അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ഞാനോടൊക്കെ ഭക്ഷിക്കുക. അപ്പോൾ വചനം ഹൃദയത്തിൽ തുറന്നു വിടാൻ, വചനം ഹൃദയം സ്വീകരിക്കും, ഹൃദയം തുറന്നു വിടുക, ഹൃദയം തുറന്നു കൊടുക്കുക. കർത്താവിന് തുറന്നു കൊടുത്താൽ കർത്താവിന് വചനം വരും. പരിശുദ്ധ അമ്മയിൽ ദൈവവചനം വന്നു, അതാണ് അവളെ ദൈവത്തിൻ്റെ അമ്മയാക്കി മാറ്റുന്നത്. അതിലൂടെയാണ് അവൾ ഈശോയ്ക്ക് ജന്മം കൊടുക്കുന്നത്. ദൈവവചനം വിശ്വാസം സ്വീകരിക്കുമ്പോൾ അത് മനുഷ്യനായി മാറുന്നു, ഈശോ ആയിട്ട് മാറുന്നത് കാണാൻ പറ്റും. നമ്മൾ കേൾക്കുന്ന വചനം അതുകൊണ്ട് വളരെ എളിമയിലായിരിക്കണം. ദൈവവചനം ഒരിക്കലും നമ്മുടെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. 1 കൊറിന്തോസ് 2:14-15 ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ പോഷത്വമാകിയാൽ അത് സ്വീകരിക്കുന്നില്ല. ദൈവവചനം കിട്ടുക അതൊരു ദാനമാണ്. നമുക്ക് വചനം കേൾക്കാൻ പറ്റുന്നതിൻ്റെ ദൈവത്തിൻ്റെ ഒരു ദാനമാണ്, അത്ഭുതമാണത്. അതുകൊണ്ടാണല്ലോ കൊളോസോസ് 4:2 കൃതജ്ഞത ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും, ദൈവവചനത്തിൻ്റെ കവാടം തുറന്നു കിട്ടാൻ. ദൈവം ഒരു വചനത്തിൻ്റെ വാതിലുണ്ട്, തുറന്നു കിട്ടാൻ പ്രാർത്ഥിക്കണം. വചനത്തിൻ്റെ കവാടം, there is a door. അപ്പോൾ അത് തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വചനത്തോട് ഭയങ്കരമായ ദാഹം വരും. ദൈവവചനം കേൾക്കുക, അത് സ്വീകരിക്കുകയും നമുക്ക് സാധിക്കും. സങ്കീർത്തനം 119:11 അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ ഇങ്ങനെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഇപ്പോൾ ദൈവവചനം ഹൃദയം സൂക്ഷിക്കാനുള്ള വലിയ കൃപ ലഭിക്കാൻ വേണ്ടി നമുക്ക് തീക്ഷ്ണമായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വീണ്ടും യെശയ്യാ 66:5 കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവരെ അവിടുത്തെ വചനം കേൾക്കുകയും, അപ്പോൾ അവിടുത്തെ വചനം കേൾക്കി വിറയ്ക്കുന്നവർ പരിശുദ്ധ അമ്മ നമുക്കറിയാം വചനത്തിൻ്റെ മുമ്പിൽ ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞുകൊണ്ട് എളിമപ്പെടുത്തി നിൽക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അവളിൽ ഈ വചനത്തിൻ്റെ മാംസം ധരിക്കാനായിട്ട് പറ്റുന്നത്. ദൈവവചനം ഹൃദയം തുറന്ന് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിലാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ ഇടപെടലുകളും അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുക. അപ്പോൾ വചനത്തിന് മുമ്പിൽ ഹൃദയം അടയ്ക്കരുത്, ഹൃദയം തുറക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അതുതന്നെയാണ് വീണ്ടും വചനത്തിൽ കാണാൻ പറ്റും. ജെറമ്യാ 23:28-29 വചനം, കർത്താവ് അരുളിച്ചെയ്ത് സ്വപ്നം കാണുന്ന പ്രവാചകൻ തൻ്റെ സ്വപ്നം പറയട്ടെ, എൻ്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. 10 ഗോതമ്പ് മണിക്കും തമ്മിൽ എന്ത് പൊരുത്തം, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയല്ലേ കർത്താവ് അരുളിച്ചെയ്യുന്നു. നമുക്കറിയാം ഈശോയിലെ വചനം, ഈശോ വചനമായുണ്ട്, ദൈവവചനം, ദൈവപുത്രൻ തന്നെയാണ്. ഈശോ ആരാണ്? ദൈവപുത്രൻ. മത്തായി 16:16 പത്രോസ് ചോദിക്കുന്നുണ്ട്, ഈശോ ചോദിക്കുന്നുണ്ട്, അതായത് ഞാൻ ആരാണ് നിങ്ങൾ പറയുന്നത്? ഉടനെ ഈശോ പറയുന്നുണ്ട്, ഉടനെ പത്രോസ് പറയുന്നുണ്ട്, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോൾ ഈ വചനം എന്ന് വെച്ചാൽ ഈശോ യഥാർത്ഥ വചനം, അത് ഈശോ മിശിഹ, ദൈവപുത്രനായ ഈശോ മിശിഹയാണ്. അപ്പോൾ നമ്മൾ വചനം സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോ മിശിഹ സ്വീകരിക്കുന്നത്. അതുതന്നെയാണ് വെളിപാട് 19:13-14 അവൻ രക്തത്തിൽ മുക്കിയ ഒരു മേലങ്കി ധരിച്ചിരിക്കുന്നു, നാമം ദൈവവചനമെന്ന്. വചനം വരുമ്പോൾ ഈശോയെ സ്വീകരിക്കുന്നു. ഈശോ സ്വീകരിക്കുമ്പോൾ അതുകൊണ്ടാണല്ലോ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 40-41 വചനം, നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു, പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും, നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കുന്നു. പ്രവാചകനല്ല, ദൈവത്തിൻ്റെ വചനമുള്ള വ്യക്തിയാണ്, വചനമാണ് വേണ്ടത്. ജെറമ്യാ 5:13 പറയും, പ്രവാചകന്മാർ പോലും കാറ്റായി തീരും, കാരണം ദൈവത്തിൻ്റെ വചനം അവരിലില്ല. വചനമില്ലെങ്കിൽ പ്രവാചകന്മാർ പോലും കാറ്റായി. അപ്പോൾ ആ ദൈവവചനം കിട്ടുന്നവരായിട്ട് തീരട്ടെ. കൂട്ടായ്മയുള്ള മുഴുവൻ ആളുകൾക്കും വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ അവർക്ക് ദൈവത്തിൻ്റെ വചനം കിട്ടാനായിട്ട് ഇടയാകട്ടെ പ്രാർത്ഥിക്കാം. ജെറമ്യാ 23:9 വചനത്തിൽ ജെറമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, പ്രവാചകന്മാരെ കുറിച്ച് എൻ്റെ ഹൃദയം തകരുന്നു, അസ്ഥികൾ ഇളകുന്നു, വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചവനെ പോലാണ് ഞാൻ. ഇത് കർത്താവിനെ പ്രതിയും അവിടുത്തെ വിശുദ്ധ വചനത്തെ പ്രതിയുമാണ്. കണ്ടോ, ദൈവവചനത്തെ പ്രതി വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചു. അപ്പം വചനത്തോട് എന്തൊരു ദാഹമാണ് നോക്കിയേ. ജെറമ്യായ്ക്ക് വചനത്തിൽ വിശ്വസിക്കുന്നു, വചനം അനുസരിച്ച് മുന്നോട്ട് പോകുന്നു, ദൈവവചനം മാത്രം ഹൃദയം സൂക്ഷിക്കുന്നു. അപ്പം അത്രമാത്രം ഉറപ്പോടു കൂടിയാണ് പോകുന്നത്. അപ്പോൾ ദൈവവചനത്തോട് എത്രമാത്രം നമുക്ക് ഹൃദയം തുറന്നു കൊടുക്കാം, അത്രമാത്രം തുറന്നു കൊടുക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:1 വചനം, തീരദേശങ്ങളെ വിദൂര ജനതകളെ എൻ്റെ വാക്ക് കേൾക്കും, ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. 2-ാമത്തെ വചനം, എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാള് പോലെയാക്കി,
തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ച് എന്നെ മിനുക്കി അസ്ത്രമാക്കി തൻ്റെ ആവനാടിയിൽ അവിടുന്ന് ഒളിച്ചു വെച്ചു എന്ന് വെച്ചാൽ അതുകൊണ്ട് നോക്കി. അപ്പോൾ വചനമാണ് പറയുന്നത്, നാവിനെയൊക്കെ കൃപ കൊടുക്കുകയാണ്. അത് ജനമേ 15-19 വിലകെട്ടോ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലായിത്തീരും. Esa 22 അറിയാം. ഈ ബന്ധനം അതാണ്. ബന്ധിക്കാനും ബഹിഷ്കരിക്കാനും സാധിക്കുന്നത് ദൈവവചനം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് ആത്മാവിൽ കിട്ടണം. അതായത് Efesos 6:17 പറയുന്ന പോലെ വചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും Esa 22 പറയും, ദാവീദ് ഭവനത്തിന് താക്കോൽ അവന് തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. അതാണ് ബന്ധിക്കാനുള്ള അധികാരമാണ്, കെട്ടാൻ അടിക്കാനുള്ള അധികാരം കിട്ടുക. അതാണ് മത്തായി സുവിശേഷം 16:18-19 വചനമുണ്ട്. പുത്രസ്വ നീ പാറയാകുന്നു, ഈ പാറമേലിൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമി കെട്ടുമ്പോൾ സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അടിക്കുമ്പോൾ സ്വർഗത്തിലും അടിക്കപ്പെട്ടിരിക്കും. യോഹന്നാൻ സുവിശേഷം 20:22-23 വചനമുണ്ട്. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ ആ ബന്ധിക്കപ്പെട്ടിരിക്കും. ബന്ധിക്കാൻ പറ്റും. ദൈവവചനം എന്ന് പറയുമ്പോൾ ഈശോയാണ് നമ്മളുള്ളത്. ആ ഈശോയാണ് ബന്ധിക്കുന്നത്, നമ്മളെല്ലാം ബന്ധിക്കുന്നത്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3:8 പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തെ പ്രത്യക്ഷമായത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ശുശ്രൂഷയിൽ ഡെലിവറൻസിൻ്റെ ഗിഫ്റ്റ് അത് ദൈവവചനത്തിൻ്റെ ശക്തി. വചനമുണ്ട്, വചനമാകുന്ന വാളുണ്ട്. എസെക്കിയേൽ 21:9-15 വരെയുള്ള വചനത്തിൽ പറയുന്ന കർത്താവിൻ്റെ ഇരുതല വാളുണ്ട്, ആ വചനമുണ്ട്. ആ വചനം ഉണ്ടെങ്കിൽ അത് ബന്ധിക്കാൻ പറ്റും. അല്ലാതെ നമുക്കൊന്നും ബന്ധിക്കാൻ പറ്റത്തില്ല. ബന്ധിക്കാൻ ബുദ്ധി കൊണ്ടൊന്നും ബന്ധിക്കാൻ പറ്റില്ല, അറിവുകൊണ്ടൊന്നും കഴിവുകൊണ്ടൊന്നും പറ്റത്തില്ല. ഒക്കെ 9:1-2 പറയുന്നുള്ളൂ, അവൻ 12 അപ്പസ്തോലന്മാരെയും തിരഞ്ഞെടുത്താൽ പിശാചുക്കളുടെ മേലെ അവൻ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ഒപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗം. അപ്പോൾ അധികാരവും ശക്തി ബന്ധിക്കാനും ബഹിഷ്കരിക്കാനും നമുക്ക് സാധിക്കും. അതാണ് ലൂക്ക 4:18 ഈശോ പറയുന്നുണ്ടല്ലോ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഘോഷിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ വലിയൊരു ബന്ധിക്കുകയാണ്. അത് തിന്മയുടെ ശക്തികളെ മുഴുവൻ ഈശോ ബന്ധിക്കുന്നത് കാണാൻ പറ്റും, ബഹിഷ്കരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ അധികാരത്തിൻ്റെ ശക്തി, അപ്പോൾ അത് വചനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ സംഭവം നടക്കുകയുള്ളൂ. അല്ല നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ബുദ്ധി അറിവ് അത് പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനമാണ്. അപ്പോൾ അത് വരുമ്പോഴാണ് അവിടെ തിന്മയുടെ ശക്തിയിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ബഹിഷ്കരിക്കാൻ സാധിക്കും. അപ്പോൾ അത്ഭുതങ്ങൾ നടക്കും, വിടുതൽ നടക്കും. ഒരുപാട് കൃപകൾ നമ്മുടെ സഭയിലേക്ക് സമൂഹത്തിലേക്ക് ഒഴുകപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. അതാണ് വെളിപാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 26-27 വിജയം വരിക്കുന്നവനും അവസാനം വരെ എൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവനും ജനപദങ്ങളുടെ മേൽ ഞാൻ അധികാരം നൽകും. അവസാനം വരെ കടത്താം, അവൻ്റെ മരണം വരെ ഈശോയുടെ പ്രവർത്തി. അത് വചനം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. വെളിപാട് 2:27 പറയും, ഇരുമ്പ് ദണ്ട് കൊണ്ട് അവൻ അവരെ മേയ്ക്കും, മൺപാത്രങ്ങൾ പോലെ അവരെ തകർക്കും. ഇതാണ് ഈ ബന്ധിക്കാനുള്ള ആ വലിയൊരു ശക്തി അവരോട് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. വീണ്ടും കാണാൻ പറ്റും വെളിപാട് പുസ്തകം 3:5 വചനം, വിജയം വരിക്കുന്നവന് വെള്ള വസ്ത്രം ധരിപ്പിക്കും, ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല, എൻ്റെ പിതാവിൻ്റെയും ദൂതന്മാരുടെ സന്നിധിയിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും. അതായത് വചനമുള്ള വ്യക്തി, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തി, വചനം കിട്ടിയൊരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹത്തിൻ്റെ മക്കളാക്കി മാറ്റും. വെളിപാട് പുസ്തകത്തിൻ്റെ 3:7-8 വചനം, ഫിലാദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, പരിശുദ്ധനും സത്യവാനും ദാവീദിന് താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവിധം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്തവിധം അടയ്ക്കുന്നവനുമായവൻ പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്തവിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ അതാണ് ഒരു കൃപ കിട്ടുകയാണ്, വലിയൊരു കൃപയാണ്. അപ്പോൾ ബന്ധിക്കാനും ബഹിഷ്കരിക്കാനൊക്കെ പറ്റുക, കാരണം ഈ വചനമുണ്ട്. ഈ വചനം വിശ്വസിക്കണം, കണ്ണും പൂട്ടി വിശ്വസിച്ചാലേ പറ്റുള്ളൂ. യോഹന്നാൻ 1:12 പറഞ്ഞ അത് അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ കഴിവ് നൽകും. പക്ഷേ വചനത്തിലേക്ക് വരുമ്പോൾ സഹനമുണ്ടാകും. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 27-28 വചനം, അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ, ചെവിൽ മന്ത്രിച്ചത് പുര മുകളിൽ നിന്ന് ഘോഷിക്കുവിൻ, ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെ ശരീരത്തെ നരകത്തിന് ഇരയാക്കാൻ കഴിയുന്നവരെ ഭയപ്പെടുവിൻ. അതിനുശേഷം വീണ്ടും പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 32 വചനം പറയും, 33 വചനം പറയും, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ
സർഗസ്വനായ പിതാവിൻ്റെ മുമ്പ് ഞാൻ അതായത് ദൈവവചനം പറയണം, അത് ധൈര്യമായിട്ട് പ്രഘോഷിക്കണം. അതാണ് മർക്കോസ് സുവിശേഷം 16:15-20 ലോകമെങ്ങും പോയി സമസ്ത സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കും. വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളമുണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുകൾ ബഹിഷ്കരിക്കും, രോഗികളുടെ മേൽ കൈകൾ വെക്കാൻ സുഖം പ്രാപിക്കും. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ദൈവവചനം നിറയുമ്പോഴാണ്. ദൈവവചനം പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടി ഏറ്റവും വലിയ ഭാഗ്യമുണ്ട്. അവളിക്ക് ദൈവവചനം വന്നു. ഓരോരുത്തർക്കും വിശുദ്ധർക്ക് കിട്ടുന്നു, വചനം കിട്ടി. പൗലോസ്ലീഹ കേട്ടു. അതാണ് അപ്പോസ്തലപ്രവർത്തനം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് അത് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, അവർ മുന്നിലോടി വന്നിട്ട് അവൻ്റെ മേൽ പതിച്ചു. അത് പൗലോസ് സാവൂളിൻ്റെ മേൽ അവൻ താഴെ വീണു. അവനപ്പോൾ സ്വരം കേട്ടു, അവൻ വചനം കേട്ടു. അവന് സാവൂൾ എന്തിനെ പീഡിപ്പിക്കുന്നു, അങ്ങ് ആരാണ് നീ കേട്ടു, കർത്താവിനെ കേട്ടു, കർത്താവിൻ്റെ സ്വരം കിട്ടി, വചനം കിട്ടി. അവർ തിരഞ്ഞെടുക്കുന്നു. ദൈവം തിരഞ്ഞെടുപ്പ് നടത്തുകയാണ്. അന്ന് 1 അതുകൊണ്ട് പൗലോസ് പറയും, ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ ക്രൂശനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് അറിയേണ്ടത് തീരുമാനം. പൗലോസിലേക്ക് ഒരാളെ മാത്രം അറിഞ്ഞു, ഈശോ മാത്രം അറിയുക, ഈശോ മാത്രം, ഈശോ കൂടുതൽ അറിയുക, ഈശോ സ്നേഹിക്കുക, ഈശോ പകരുക. അത് മാത്രമായിരുന്നു പൗലോസിലേക്ക് നിറഞ്ഞ കൃപയത. അപ്പം അന്ന് ഒട്ടും മാറിപ്പോകരുത്. എന്തെല്ലാം സാഹചര്യങ്ങൾ ആരെല്ലാം എന്തെല്ലാം വന്നാലും ഈശോ ഉത്തിതനായ ഈശോയെ രാവും പകലും പ്രഘോഷിക്കാനായിട്ട് നമുക്ക് ഇടയാകണം. അത് സംഭവിക്കുന്നപ്പോഴാണ് നമ്മൾ കൃപ നിറയുമ്പോഴാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപ നിറയുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ ആത്മാ കൃപ ചെയ്യും, വചനം നിറയാന്നുള്ള നിറയണം. സങ്കീർത്തനം 119:11 അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഹൃദയത്തിൽ വചനം നിറയ്ക്കണം. വചനം പിന്നെ പിശാച് നമ്മൾ തുടർത്തുന്നില്ല. കർത്താവിൽ എല്ലാ അപകടങ്ങളും നമ്മൾ രക്ഷിച്ച് കൊണ്ടുപോകുന്നത് കാണാൻ പറ്റും. എല്ലാ നിമിഷവും കർത്താവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നത് കാണാൻ പറ്റും. സങ്കീർത്തനത്തിൻ്റെ 31-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ സംരക്ഷണം കർത്താവ് തരും. അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനകളിൽ നിന്നും രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു. നിന്ദ വചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തെ അവരെ മറച്ചു വെച്ചു. മറ്റുള്ളവർ നമ്മൾ നിന്ദിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളെ ഒന്ന് കേൾക്കാൻ ദൈവം അനുവദിക്കില്ല. നമ്മുടെ ചെവികളൊക്കെ കർത്താവ് അടച്ചു വെക്കും, പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മുടെ മനസ്സിന്, ശരീരത്തിന്, ആത്മാവിന് ദൈവത്തിന് സംരക്ഷണം. കാരണം വെച്ചാൽ ദൈവവചനത്തെ നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നു. അതേസമയം സങ്കീർത്തനം 32:10 ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവനെ ഒരു സ്നേഹം വലയിച്ച്. ദുഷ്ടനിശ്ചയനാരാണ് ദൈവവചനം തിരസ്കരിക്കുന്നവന് സുവിശേഷ വചനം കാണുമ്പോൾ പുച്ഛിച്ച് തള്ളിക്കളയും, അംഗീകരിക്കില്ല. ദൈവത്തിനൊന്നും വേണ്ട. അവൻ പറയും, ഇതിൻ്റെ ഒന്നും വേണ്ട, വേറെ പുസ്തകങ്ങളുണ്ട്, വലിയ എൻസൈക്ലോപ്പീഡിയ, ലോകത്തിൻ്റെ അറിവുകളുണ്ട്, അത് മതി. ഈ ദൈവത്തിനൊന്നും അവന് വേണ്ട. അവൻ പറയും, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, തള്ളിപ്പോ. പക്ഷേ നമുക്ക് ശക്തിയാണ്, ജീവനാണ്, വലിയ കൃപയാണ് മാറും. ദൈവവചനം നമ്മുടെ ഹൃദയം നിറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ ഇടപെടൽ, ദൈവത്തിൻ്റെ ഇടപെടൽ. അതുകൊണ്ട് വചനം അറിഞ്ഞവർ അവർക്കറിയാം, ഈശോയുടെ വചനത്തിൻ്റെ ശക്തി അവർക്കറിയാം, അത് ശതാധിപനറിയാം. അതുകൊണ്ട് നാം പറയുന്നത് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 8-9 വചനമുണ്ടല്ലോ, അങ്ങ് ഒരു വാക്കരൾ ചെയ്താൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. അങ്ങ് ഒരു വാക്കരൾ ചെയ്താൽ മതി. കാരണം അവൻ കർത്താവിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഒരു വാദനത്തിന് വേണ്ടി അവൻ കാത്തിരിക്കുന്നതാണ്. ഹൃദയം തുറന്നു വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. വചനത്തിന് വേണ്ടി അവൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കാണാൻ പറ്റും. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായം 43-ാമത്തെ വേണ്ട. എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കേണ്ട. ഈശോ എല്ലായിടത്തും വചനം പറയുക. കാരണം വചനത്തിനാണ് 1-ാം സ്ഥാനം കൊടുക്കണം. വചനത്തെ ഒരിക്കലും നമ്മൾ ചെറുതാക്കരുത്. ദൈവവചനം ഈശോയാണ്. ഈ സുവിശേഷം വെളിപ്പെട്ട വചനം അത് ഈശോയാണ്. ഈശോ നമ്മുടെ ഹൃദയത്തിൽ നമ്മളെപ്പോഴും സൂക്ഷിക്കാനും അത് ഏറ്റുപറയാനും നമ്മൾ തയ്യാറാകണം. 1 തിമോത്തി 3-ാം അധ്യായത്തിൻ്റെ 16 ഈ വചനത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ വചനമാണ്, നമ്മുടെ മതത്തിൻ്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ക്രിസ്തു മതത്തിൻ്റെ രഹസ്യം എന്താണ്? ദൈവവചനം ഇരിപ്പുണ്ട്, കർത്താവിൻ്റെ വചനം ഇരിക്കുന്നു, അതിൽ കർത്താവിൻ്റെ വചനമുണ്ട്. അതിൻ്റെ ഫലമാണ് സഭയും കൂദാസുകളും എല്ലാം ഈ വചനത്തിലൂടെ പൊട്ടിപ്പുറപ്പെട്ടാണ്. 1 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 9-10 വചനമുണ്ട്. വചനം വിശ്വാസയോഗ്യം, തികച്ച സ്വീകാര്യവുമാണ്. ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാം അധ്വാനിക്കുന്നതും പോരാടുന്നതും. പൗലോസ് പറയുകയാണ്, വചനം വിശ്വാസയോഗ്യമാണ്. 2 തിമോത്തിയിൽ 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഈ ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയും. 9-10 ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് കുറ്റവാളിയെപ്പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. ഏറ്റവും വലിയ വചനം അത് സുവിശേഷം. ആ സുവിശേഷത്തിന് വേണ്ടി ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് കുറ്റവാളിയെപ്പോലെ ഞാൻ വിലങ്ങുകൾക്ക് വരെ അധീനം. പക്ഷേ എന്ത് പറയാണ്? ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. വചനം പ്രഘോഷിക്കപ്പെടണം. എല്ലാവരും കർത്താവിനെ അറിയണം. ഒരു വചനമുള്ളൂ, ഈശോ മാത്രമാണ്. ഈശോയെക്കുറിച്ച് എല്ലാവരും നമ്മൾ പറയാൻ നമ്മൾ തയ്യാറാണ്. ഭയന്ന് പിന്മാറരുത്. 1 കൊറിന്തോസിൻ്റെ 9-ാം അധ്യായത്തിൽ 1 കൊറിന്തോസിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വചനമുണ്ട്. അത് 16-ാമത്തെ വചനം പൗലോസ് പറയും, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം.
ഞാൻ സമരസാത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ മറ്റാരുടെ നിയോഗം അനുസരിച്ചാണ്. അപ്പോൾ വാ തുറന്ന് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കണം. വചനം പ്രഘോഷിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കുക. ഒരാൾ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കർത്താവിൻ്റെ കൃപകൾ. അതാണ് നമുക്ക് സ്തേഫാനോസ് വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖം ദൈവദൂതൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ദൈവദൂതൻ്റെ മുഖമായിട്ടാണ് അവർ കാണുന്നത്. കാരണം മറ്റൊന്നുമില്ല, വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനിൽ ദൈവാരുവി വെളിപ്പെടും. അതാണ് അപ്പോസ്തലപ്രവർത്തനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 14-15 നസ്രായന യേശു ഈ സ്ഥലം നശിപ്പിക്കുകയും മോശം നമുക്ക് നൽകിയിട്ടുള്ള ആചാരങ്ങൾ മാറ്റുകയും ചെയ്യുമെന്ന് ഇവൻ പ്രസ്താവിക്കുന്നത് ഞങ്ങൾ കേട്ടു. സംഘത്തിലുണ്ടായിരുന്നവർ അവനെ നേരെ സൂക്ഷിച്ചു നോക്കി. അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടു. കാരണം ദൈവവചനം പ്രസംഗിക്കുന്നവൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖമായിട്ട് മാറുകയാണ്. കാരണം അവൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങും. ദൈവവചനം പ്രസംഗിച്ച് ഒത്തിരി അനുഭവം കിട്ടും. പ്രഘോഷിക്കാൻ വേണം, രാവും പകരം പ്രഘോഷിക്കണം. തിരുസഭയോട് ചേർന്ന് വേണം. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോകരുത്. നമ്മൾ സഭയിൽ നിന്ന് മാറിപ്പോകരുത്. ചിലത് വചനം പ്രസംഗിച്ച് സഭയ്ക്ക് വെളിയിൽ ചാടിക്കൊണ്ട് സഭയെ നന്നാക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകരുത്. തിരുസഭയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് സഭയുടെ വചനം, തിരുസഭ പഠിപ്പിക്കുന്ന വചനം, കർത്താവിൻ്റെ ജീവനുള്ള വചനം, അത് രാവും പകലും പ്രഘോഷിക്കാൻ തയ്യാറാകണം. 1 കൊരിന്ത്യർ 2:10 പറയും, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും കണ്ടെത്തുവാൻ അപ്പോൾ നമുക്ക് സാധിക്കും. ദൈവിക രഹസ്യങ്ങൾ അപ്പോൾ നമുക്ക് മനസ്സിലാവും. പരിശുദ്ധാത്മാവാണെന്ന് മനസ്സിലാവും. ആർക്കും പരിശുദ്ധാത്മാവാണെന്ന് അറിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ മഹത്വം, ദൈവവചനത്തിന് വിലയറിഞ്ഞുകൂടാ, മഹത്വം എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇത് പിശാച് നന്നായിട്ട് ഇറങ്ങി കളിക്കുന്നുണ്ട്. അനേക മക്കളുടെ ഹൃദയങ്ങളിൽ പിശാച് വചനം എടുത്ത് കളയുന്നുണ്ട്. ലുക്ക 8:12 ചില വചനം ശ്രവിച്ചെങ്കിൽ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് അവിടെ ഹൃദയങ്ങൾ വചനം എടുത്തു കളയുന്നുണ്ട്. അപ്പോൾ ഹൃദയത്തിൽ വചനം എടുത്ത് കളയാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൃദയം കർത്താവിന് വിട്ടുകൊടുക്കണം. നമുക്ക് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയണം. ദൈവത്തെ എപ്പോഴും രാത്രിയും പകലും ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ തയ്യാറാകണം. വചനം പ്രഘോഷിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ വചനം പ്രഘോഷിക്കണം. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 18 സുവിശേഷ പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരനെയും അവനോട് കൂടെ ഞങ്ങൾ അയച്ചിട്ടുണ്ട്. പൗലോസ്ലീഹ തിത്തോസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ, സുവിശേഷ പ്രഘോഷണത്തിൻ്റെ മേഖല പറയുമ്പോൾ, അങ്ങനെ അവർ സുവിശേഷ പ്രഘോഷണം ആളുകൾ അയക്കുമ്പോൾ അവിടെ പറയാണ്, ലോക സുവിശേഷ പ്രഘോഷണത്തിൽ എല്ലാ സഭകളും പ്രസിദ്ധി നേടിയ ഒരു സഹോദരൻ. അതാണ് കിട്ടേണ്ടത്. സുവിശേഷ പ്രഘോഷണം. അപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ പ്രസിദ്ധി നേടിയത് എന്തിൻ്റെ കാര്യത്തിലാണ്? സുവിശേഷ പ്രഘോഷണത്തിൻ്റെ കാര്യത്തിലാണോ? അത് വേറെ കാര്യത്തിൽ പേര് പ്രസിദ്ധി നേടിയത് ഏറ്റവും വലുതാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനം നമ്മളിതെല്ലാം ഇന്ന് ലോകത്ത് നമ്മൾ നേടിയ പേരും പെരുമയും വസ്ത്രവും സംഭവങ്ങളും ജോലികളും എല്ലാം നമ്മൾ താഴെ വെച്ചിട്ട് ഒരു ദിവസം കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നിൻ്റെ മക്കൾ പ്രസിദ്ധി നേടിയത് ഏത് കാര്യത്തിൻ്റെ വെളിച്ചത്തിലാണ്? സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് പ്രസിദ്ധി. അത് വേറെ വല്ല പ്രസിദ്ധിയാണ്, ചീത്ത പേരൊക്കെയാണോ ഒന്ന് മക്കൾക്കുള്ളതെന്ന് കണ്ടുപിടിച്ചെടുക്കുക. അതുകൊണ്ട് മാനസാന്തരപ്പെട്ടിട്ട് ഈശോയെ അറിഞ്ഞ് ഈശോയെ ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാണ്. നമ്മുടെ ഹൃദയവും മനസ്സും എല്ലാം നമ്മൾ ഈശോയെ തുറന്നു കൊടുക്കണം. ആ കർത്താവിനെ ഈശോയാണ് നമുക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തി മരിച്ച ഈശോയെ ഏറ്റുപറയാത്ത ഒരിക്കലും അപമാനമായിട്ട് നാണക്കേടായിട്ട് കാണരുത്. നന്ദി പറയണം. അപ്പോൾ വചനം ഹൃദയം സൂക്ഷിക്കുക. ഇന്നിപ്പോൾ കേട്ട ഓരോ വചനവും അത് ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ, അത് ഏറ്റുപറയാൻ ഇടയാകട്ടെ. കൊളോസ്സസ് ലേഖനം 1:20 വരും, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഈശോയെ നമ്മൾ അറിഞ്ഞ് ഏറ്റുപറയണം. വീണ്ടും പറയുന്നത് കൊളോസ്സസ് ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ, നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. ആ ഈശോയുടെ വചനം ഏറ്റുപറയാൻ നമുക്ക് സന്തോഷമുണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ വചനത്തോട് നമ്മൾ എത്രമാത്രം ഐക്യപ്പെടാൻ പറ്റുമോ അത്രമാത്രം ഐക്യപ്പെട്ടുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് ഇടയാകട്ടെ. വിശുദ്ധ ജീവിതത്തിലേക്ക് പോകണം, അത് നമ്മൾ ആഗ്രഹിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം ഈശോയാണ്. ഈശോയെ സ്വന്തമാക്കുക, സഭയിൽ സ്വന്തമാക്കുക, സഭയോട് ചേർന്ന് ജീവിക്കുക. പരിശുദ്ധ കുർബാനയുടെയൊക്കെ ജീവൻ നയിക്കുമ്പോൾ നമ്മൾ വചനത്തെ ഭക്ഷിക്കുകയും വചനം ജീവിക്കുക. എല്ലാ ദിവസവും വചനം ഭക്ഷിക്കുന്നവരായിട്ട് മാറട്ടെ. വചനത്തിൻ്റെ സാക്ഷ്യം വഹിക്കാൻ കർത്താവ് നിങ്ങളെ അനുവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കരങ്ങൾ ഉയർത്തി വിരിച്ചു പിടിച്ച് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. കണ്ണീരോടെ വ്യതിക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. യേശുവേ, നിന്നെ കാണുവാൻ, നിന്നെ കേൾക്കുവാൻ കൃപ നൽകണേ. യേശുവേ, നിന്നെ കാണുവാൻ,
നിന്നെ കേൾക്കുവാൻ കൃപ നൽകണമേ. യേശുവേ, നിന്റെ തിരുമുഖം കാണുവാൻ കൃപ നൽകണമേ. യേശുവേ, നിന്റെ തിരുമുഖം കാണുവാൻ കൃപ നൽകണമേ. യേശുവേ, നിന്റെ സ്നേഹം അനുഭവിക്കുവാൻ കൃപ നൽകണമേ. യേശുവേ, നിന്റെ സ്നേഹം അനുഭവിക്കുവാൻ കൃപ നൽകണമേ. യേശുവേ, നിന്റെ സൗഖ്യം അനുഭവിക്കുവാൻ കൃപ നൽകണമേ. യേശുവേ, നിന്റെ സൗഖ്യം അനുഭവിക്കുവാൻ കൃപ നൽകണമേ. യേശുവേ, നിന്നെ കാണുവാൻ നിന്നെ കേൾക്കുവാൻ കൃപ നൽകണമേ. യേശുവേ, 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 യേശുവേ. സ്തുതിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.